നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കമ്പ്യൂട്ടർ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ പാർലം പള്ളിപ്പുറം സ്വദേശി എടക്കാട്ടിൽ വീട്ടിൽ ശിവദാസന് ആദരവ് നൽകി ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഡോക്ടറേറ്റ് നേടിയ എടക്കാട്ടിൽ ശിവദാസനെ ആദരിച്ചത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോടന്നൂർ വില്ലേജ് സമ്മേളനം നടന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് VG വനജകുമാരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം അങ്കമ്പാടം പടവിന്റെ 2024-25 വർഷത്തെ വാർഷിക പൊതുയോഗം നടത്തി. കർഷക ദിനത്തിന്റെ ഭാഗമായി മികച്ച കർഷകർക്കുള്ള ആദരവും പൊതുയോഗത്തിൽ നടത്തി. വാർത്തകൾ വിശദമായി. കമ്പ്യൂട്ടർ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ പാർലം പള്ളിപ്പുറം സ്വദേശി എടക്കാട്ടിൽ ശിവദാസന് ആദരവ് നൽകി ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഡോക്ടറേറ്റ് നേടിയ എടക്കാട്ടിൽ ശിവദാസനെ ആദരിച്ചത്. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് അറക്കൽ, ബിനുരാജ് പന്നിപ്പുലത്ത്, പ്രഭ കൊടക്കാട്ടിൽ, അഭിലാഷ്, രഞ്ജുനാഥ്, സുഭാഷ് എന്നിവർ ആദരച്ചടങ്ങിൽ സംസാരിച്ചു. പ്രവിതയാണ് ഡോക്ടറേറ്റ് നേടിയ എടക്കാട്ടിൽ ശിവദാസന്റെ ഭാര്യ. അമൃതപ്രിയ, അമർനാഥ് എന്നിവരാണ് മക്കൾ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോടന്നൂർ വില്ലേജ് സമ്മേളനം നടന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് VG വനജകുമാരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാർലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ അധ്യക്ഷയായി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി TR മീര, PV സുബ്രഹ്മണ്യൻ, പാർലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ്, AR പ്രതിഭ, സുനില പ്രദീപ് എന്നിവർ സംസാരിച്ചു. പള്ളിപ്പുറം അകമ്പാടം പടവിന്റെ 2024-25 വർഷത്തെ വാർഷിക പൊതുയോഗം നടത്തി. കർഷക ദിനത്തിന്റെ ഭാഗമായി മികച്ച കർഷകർക്കുള്ള ആദരവും പൊതുയോഗത്തിൽ നടത്തി. പള്ളിപ്പുറം അകമ്പാടം പടവിന്റെ ഈ വർഷത്തെ പൊതുയോഗം പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. പടവ് കമ്മിറ്റി പ്രസിഡന്റ് വോഗീസ് ആലപ്പാടൻ അധ്യക്ഷനായി. മുതിർന്ന കർഷകനായ ദേവസി ആലപ്പാടനെയും കഴിഞ്ഞ വർഷത്തെ മികച്ച കർഷകനായ ഇയാനി കുട്ടനെയും ചടങ്ങിൽ ആദരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ, പടവ് കമ്മിറ്റി സെക്രട്ടറി സുധീർ അയ്യത്ത്, ട്രഷറർ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പൊതുയോഗത്തിൽ പങ്കെടുത്ത കർഷകർക്ക് 5 കിലോ വീതം പവിഴം അരിയും 100 വീതം സിറ്റിംഗ് ഫീയും വിതരണം ചെയ്തു. BJP താന്യം പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പെരിങ്ങോട്ടുകര 3 കൂടിയ സെന്ററിലാണ് പുതിയ ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത്. BJP താന്യം പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിനൊപ്പം ഹെൽപ്പ് ഡെസ്ക്, ബ്ലഡ് ഡൊണേഷൻ സെൽ എന്നിവയുടെ പ്രവർത്തനത്തിനും തുടക്കമായി. BJP എറണാകുളം മേഖലാ പ്രസിഡന്റ് A നാഗേഷ് പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ ചരിത്രം കുറിക്കാൻ സാധ്യമായവരാണ് നമ്മൾ. സുരേഷ് ഗോപി വന്നതുകൊണ്ട് മാത്രമല്ല, ഞാനൊക്കെ 2 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഞാനൊരു ചെറിയ സുരേഷ് ഗോപി ആയിരുന്നു. 8,000 വോട്ടിൽ നിന്ന് 36,000 വോട്ടിലേക്കാണ് എത്തിയത്. ആളുകൾ പറയും താമര നിന്നാലേ വോട്ട് കിട്ടുള്ളൂ. പക്ഷേ നാട്ടികക്കാരെ സംബന്ധിച്ച് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, 33,000-ത്തിലധികം വോട്ട് കുടത്തിൽ വാങ്ങിയ പാരമ്പര്യമുള്ള ആളുകളാണ് നാട്ടികളുടെ മുന്നിലുള്ളത്. കൊട്ടളത്ത് കൈപ്പമംഗലത്ത് 30,000-ത്തിന് മുകളിൽ, അപ്പുറത്ത് കൊടുങ്ങല്ലൂരിൽ 33,000-ത്തിന് മുകളിൽ, ഏറെ ശ്രദ്ധിക്കപ്പെടാത്ത ചാലക്കുടിയിൽ 27,000-ത്തിനടുത്ത് കുടത്തിന് വോട്ട് വാങ്ങിയ പാരമ്പര്യമുള്ള ആളുകൾ തന്നെയാണ് നമ്മള്. താമരയിൽ 37,000, മണലൂര്, എല്ലാ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി അല്ലാതെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായ മുന്നേറ്റം നടത്തിയിട്ടുള്ള പാരമ്പര്യമുണ്ട് നമുക്ക്. BJP താന്യം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VV വിനോബ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി സുനിൽ പാറമ്പിൽ, ജില്ലാ സെക്രട്ടറി EP ഝാൻസി,
നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ്, ഷ്രൈൻ നെടിയിരിപ്പിൽ TG രതീഷ്, NS ഉണ്ണിമോൻ, നിഷ പ്രവീൺ, NS സുഗതൻ, P കൃഷ്ണനുണ്ണി, CR രാധിക, കവിത ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. ഈ മാസം 21 വരെ കേരള സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിന് തുടക്കമായി. കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് സാർവദേശീയ സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത്. സാഹിത്യകാരൻ വൈശാഖൻ പതാക ഉയർത്തി. തുടർന്ന് സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ സാഹിത്യോത്സവം ILF 2ാം പതിപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിന് കേരള സാഹിത്യ അക്കാദമി MT ഓഡിറ്റോറിയം എന്ന പേരിടലും മന്ത്രി നിർവഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഫെസ്റ്റിവൽ ബുക്ക് ജില്ലാ കലക്ടർക്കും ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെറുവിൽ, കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്തിനും നൽകി പ്രകാശനം ചെയ്തു. P ബാലചന്ദ്രൻ MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ ഫെസ്റ്റിവൽ പരിപ്രേക്ഷ്യം അവതരിപ്പിച്ചു. കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി, നേപ്പാൾ സാഹിത്യകാരന്മാരായ ഭുവൻ തപാലിയ, അമർ ആകാശ്, സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി, ജനറൽ കൌൺസിൽ അംഗം വിജയരാജ മല്ലിക, അക്കാദമിക സെക്രട്ടറി CP അബൂബക്കർ, VS ബിന്ദു എന്നിവർ സംസാരിച്ചു. വ്യാഴാഴ്ച വരെ നടക്കുന്ന സർവ്വദേശീയ സാഹിത്യോത്സവത്തിൽ 70 സെഷനുകൾ നടക്കും. കുട്ടികളുടെ സാഹിത്യോത്സവം, കലാപരിപാടികൾ, നാടകം എന്നിവയടക്കം 3 വേദികളിലായി അരങ്ങേറും. കർഷക ദിനത്തിൽ പ്രതിഷേധ ചൂട്ട് തെളിയിച്ച് കർഷക കോൺഗ്രസ്. കർഷക കോൺഗ്രസ് ചാളൂർ മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധ ചൂട്ട് തെളിയിച്ച് കർഷക ദിനം കർഷക വഞ്ചനാ ദിനമായി ആചരിച്ചത്. നെൽകർഷകരോടുള്ള അവഗണനയ്ക്കും സബ്സിഡി വെട്ടിക്കുറയ്ക്കൽ, ഇൻഷുറൻസ് പുതുക്കാതിരിക്കൽ തുടങ്ങി സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാടിനെതിരെയുമാണ് കർഷക കോൺഗ്രസിന്റെ പ്രതിഷേധ ചൂട്ട് തെളിയിക്കൽ നടത്തിയത്. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ കർഷക വഞ്ചനാ ദിനം ഉദ്ഘാടനം ചെയ്തു. പാച്ചിലാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത്. രാവിലെ മുതൽ ഞങ്ങളിവിടെ ആഗ്രഹിക്കുന്നത്, ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ആലപ്പാട് പ്രദേശം ഉൾപ്പെടെയുള്ള ഉള്ളകോള് ഉൾപ്പെടെ ചേർപ്പും അതുപോലെ തന്നെ പാർലം ഭാഗത്തും അങ്ങനെ ഏകദേശം ഈ നാട്ടിക അസംബ്ലി മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിൽ, അന്തിക്കാട് ഉൾപ്പെടെയുള്ള 5 പഞ്ചായത്തുകളിൽ ഈ നെൽ കർഷകർ വളരെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ 1 വർഷക്കാലമായി അവർക്ക് ലഭിക്കേണ്ട പണം, 1 കിലോ നെല്ലിന് 28 രൂപ 20 പൈസയാണ് സംസ്ഥാന സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചത്. അതുപോലും കൊടുക്കാതെ 1 വർഷം പിന്നിടുകയാണ്. അതിൽ ഏകദേശം ഒരു 10,000 നെൽകർഷകരെടുത്താൽ അതിലൊരു 200 ആളുകൾക്കാണ് 5 മാസത്തെ പൈസ വരെ കിട്ടിയതെന്നുള്ളതാണ്. ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ധനമന്ത്രി പറഞ്ഞത് നെൽകർഷകർക്ക് മുഴുവൻ കൊടുത്തു എന്നാണ്. നമുക്കറിയാം, കോൾ മേഖലയിൽ പ്രവർത്തിക്കുന്ന നെൽകർഷകരുടെ സംസ്ഥാന തലത്തിലെ എണ്ണം തന്നെ 2,20,000-ഓളം വരുന്ന ആളുകളുണ്ട്. പുഞ്ചകൃഷി ചെയ്യുന്ന ആളുകൾ 1,00,000 ആളുകളുണ്ട്. കേരളത്തിലെ നെൽകർഷകർ എന്ന് പറയുന്ന 3,00,000-ൽ പരം ആളുകൾ എപ്പോഴും നിലനിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, അവരുടെ പ്രതിസന്ധി തിരിച്ചറിയാതെ നമ്മുടെ നാട്ടിൽ കൃത്യമായ ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമല്ലാത്ത രീതിയിൽ, പ്രത്യേകിച്ച് അരിയുടെ ഭക്ഷ്യലഭ്യത കുറയ്ക്കുന്ന രീതിയിലേക്ക് സംസ്ഥാന സർക്കാർ മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആലപ്പാട് പുല്ലുമേഖലയിലെ നെൽകർഷകരുടെ ദുരിതവും പ്രതിസന്ധിയും സംസ്ഥാന സർക്കാർ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് സുനിൽ ലാലൂർ പറഞ്ഞു. നാട്ടിൽ ഭക്ഷ്യ പ്രതിസന്ധി ഉണ്ടാക്കി കരിഞ്ചന്തയിലുള്ള വിപണന വ്യാപാര രംഗത്തുള്ളവർക്കായാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ബാബു ജോർജ് വടക്കൻ അധ്യക്ഷനായി. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു സായിറ മുഖ്യാതിഥിയായി. നെൽകർഷകനും കോൺഗ്രസ് നേതാവുമായ KS സന്ദീപ്, ജോഷി ആലപ്പാട്ട്, KK രാജീവ്, PV രതീഷ് എന്നിവർ സംസാരിച്ചു. ചിങ്ങം 1 കർഷക ദിനാഘോഷം നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും നാട്ടിക കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ CC മുകുന്ദൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. കാർഷിക മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിവിധ മേഖലയിലെ കർഷകരെ MLA ആദരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, നാട്ടിക കൃഷി ഓഫീസർ തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കൂർ ആദൂരിൽ വീട്ടുകാർ സിനിമയ്ക്ക് പോയ സമയത്ത് വീടിന്റെ വാതിൽ പൊളിച്ച് 5.5 ലക്ഷം രൂപ കവർന്നു. ആദൂർ തൃശ്ശൂർക്കാരൻ ജോയിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ഞായറാഴ്ച വൈകിട്ട് 6-ന് ശേഷമായിരുന്നു സംഭവം.
സിനിമയ്ക്ക് പോയ വീട്ടുകാർ രാത്രി 9-ന് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മുൻവശത്തെ വാതിലും അകത്തെ അലമാരയും പൂട്ട് തകർത്ത് തുറന്ന നിലയിലായിരുന്നു. അലമാരയിലിരുന്ന പണം നഷ്ടപ്പെട്ടെങ്കിലും മറ്റൊരു അറയിലിരുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുക്കാനായിട്ടില്ല. മറ്റു മുറികളിലെയും അലമാരകളിലെയും വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. വീടിന്റെ പിറകുവശത്തെ വാതിലും തകർക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. വാതിലിന്റെ പൂട്ട് തകർക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന പിക്കാസ് വീട്ടുമുറ്റത്തെ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടൊപ്പം ഒരു ജോഡി ചെരുപ്പും വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്വകാര്യ ധനകാര്യ സ്ഥാപനം നടത്തുന്ന ആളാണ് ജോയ്. വീട്ടുകാർ സമീപത്തെ വീടുകളുടെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചപ്പോൾ ഒരു കാർ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടിരുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇന്നലെ അമ്പലൂർ ഫിലിമിന് പോയി. ഫാമിലികളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 9:15 വന്ന് തിരിച്ചെത്തിയപ്പോൾ തന്നെ മോഷണം നടന്നതായിട്ടുള്ള വിവരം വാതിൽ തുറന്ന് കിടക്കണപ്പോഴേ മനസ്സിലായി. അലമാരിയൊക്കെ തകർത്ത് കണ്ടപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് നോക്കിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ ക്യാഷാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. പോലീസ് വന്നു. അവർ അതിൻ്റെ FIR ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്നലെ തന്നെ രാത്രി 1 മണി വരെ പോലീസ് CCTVകളൊക്കെ പരിശോധിച്ച് ശേഷം FIR ഇട്ടു. അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ അവർ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരൊക്കെ വരുന്ന പരിശോധന നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ അതിൻ്റെ ഉള്ളിലേക്ക് കാര്യമായിട്ട് ആരും പ്രവേശിക്കരുതെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. നെല്ലായി പന്തല്ലൂർ കരോട്ടെ ഭഗവതി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും പ്രസാദ വിതരണവും ഭക്തി നിർഭരമായി. നിരവധി ഭക്തരാണ് ആണ്ടുതോറും നടത്തുന്ന ചടങ്ങിൽ പങ്കെടുത്തത്. ഞായറാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് തുടക്കമായി. സർവ്വവിഘ്ന നിവാരണവും കാലദോഷശാന്തിയും കുടുംബദോഷമുക്തിയും വിദ്യാ ഉന്നതിയും കുടുംബത്തിന്റെയും നാടിന്റെയും ഐക്യവും നേടാനായിരുന്നു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തിയത്. ക്ഷേത്രം തന്ത്രി ഷാജി ശാന്തി ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനു ശേഷം രാവിലെ 9 മണിക്ക് ഭക്തർക്കായി പ്രസാദ വിതരണവും നടത്തി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് OS സുവീഷ്, സെക്രട്ടറി ഷാബു മാധവൻ, ട്രഷറർ TK ഭാസ്കരൻ, വൈസ് പ്രസിഡന്റ് PV പ്രവീൺ, ജോയിന്റ് സെക്രട്ടറി പ്രേമ ഷാജി, കമ്മിറ്റി അംഗങ്ങളായ MU സതീഷ്, TK മാധവൻ, TS സുഖീഷ്, KR സതീഷ്, ഉഷാ ബാബു, ബിന്ദു രഘു, ഷീജ സജീവൻ, ഷീന, ഉഷാ ബാബു തയ്യിൽ എന്നിവർ ഉൾപ്പെടെ നിരവധി ഭക്തരാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമ ചടങ്ങിൽ പങ്കെടുത്തത്. അരിമ്പൂര് വീട്ടിൽ വറീദ് മകൻ ആൻഡ്രു എന്ന ആൻഡ്രൂസ് നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ഫിലോമിനയാണ് ഭാര്യ. അലക്സ്, അൽഷ എന്നിവർ മക്കളും റെമി, ഡെയ്സൺ എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9275 രൂപ, പവന് 74,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കമ്പ്യൂട്ടർ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ പാർലം പള്ളിപ്പുറം സ്വദേശി എടക്കാട്ടിൽ വീട്ടിൽ ശിവദാസന് ആദരവ് നൽകി BJP പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഡോക്ടറേറ്റ് നേടിയ എടക്കാട്ടിൽ ശിവദാസനെ ആദരിച്ചത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോടന്നൂർ വില്ലേജ് സമ്മേളനം നടന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് VG വനജകുമാരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം അങ്കമ്പാടം പടവിന്റെ 2024-25 വർഷത്തെ വാർഷിക പൊതുയോഗം നടത്തി. കർഷക ദിനത്തിന്റെ ഭാഗമായി മികച്ച കർഷകർക്കുള്ള ആദരവും പൊതുയോഗത്തിൽ നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.